കോഴിക്കോട്ടെ അർജുന്റെ വസതിയിൽ നിന്നും ദിസ്ന സുരേഷ് കൂടി ചേരുകയാണ്. ദിസ്ന, അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത. ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു കുടുംബാംഗങ്ങൾക്ക്, പക്ഷേ ഇപ്പോൾ നിരാശ മാത്രമാണ് അവശേഷിക്കുന്നത്. നേരത്തെ ദിസ്നയോട് കുടുംബാംഗങ്ങൾ തന്നെ പങ്കുവച്ചിരുന്നു, അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ സാധിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഇനി നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറുകളിൽ ട്രക്ക് നദിക്കടിയിലാണ് എന്നുള്ള കാര്യം മാതാപിതാക്കളെയും ഭാര്യയെയും ഒന്നും അറിയിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ഈ ട്രക്ക് അർജുൻ്റെതാണെന്നൊരു സ്ഥിരീകരണം ലഭ്യമായെങ്കിലും കൂടുതൽ, അതായത് പൂർണ്ണമായും ഈ ട്രക്ക് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ വിവരം വീട്ടുകാരെ ധരിപ്പിക്കുകയുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഈ ബന്ധുമിത്രാദികൾ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു, തങ്ങൾ ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. സഹോദരിയും വ്യക്തമാക്കിയ ഒരു കാര്യം, അവസാന നിമിഷം ഞങ്ങൾക്ക് അർജുനെ ഒന്ന് കണ്ടാൽ മതി എന്ന ഒരു കാര്യം തന്നെയാണ് സഹോദരിയും വ്യക്തമാക്കിയത്. എന്തായാലും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 9ാം ദിവസമായി. കണ്ണാടിക്കൽ ഗ്രാമം, ഒരു ഗ്രാമം മുഴുവൻ കാത്തിരിക്കുന്നത് അർജുൻ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന ശുഭ വാർത്ത കേൾക്കാനാണ്. എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊക്കെ മങ്ങലേറ്റിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വളരെ നിരാശ മാത്രമാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ പ്രതീക്ഷകളൊക്കെ തന്നെയും അസ്തമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അവർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ട്രക്കുമായി ബന്ധപ്പെട്ട് ട്രക്ക് പൂർണ്ണമായും കണ്ടെത്താൻ കഴിയട്ടെ, ശേഷമായിരിക്കും അർജുന്റെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും ഒക്കെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുക എന്ന കാര്യം തന്നെയാണ് മാധ്യമങ്ങളോട് ഇവർ വ്യക്തമാക്കിയത്. അതിനുശേഷം മാത്രമേ മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ പോലും ഇവർ തയ്യാറാവുകയുള്ളൂ എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ സൈന്യത്തിന്റെ പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ ഇന്നും ഇന്നലെയും ഒക്കെ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ് എന്നൊരു കാര്യവും ഈ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 9 ദിവസത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് നിരാശയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും 15ാം തീയതി അവസാനമായി അർജുൻ ഫോൺ വിളിക്കുന്നു. പിന്നീട് അർജുന്റെ 16ാം തീയതി അർജുന്റെ ഫോൺ 2 തവണ റിംഗ് ചെയ്യുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് ഇവർ പലതവണ കോണ്ടാക്ട് ചെയ്തിട്ടും അർജുനെ കിട്ടിയിരുന്നില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിലും കർണാടക പോലീസുമായി ഇവർ ബന്ധപ്പെടുന്നു. കർണാടക പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നും അർജുന്റെ ചിത്രം അയച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് സഹോദരിയെ വിളിച്ചതായും സഹോദരി ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം സജീവമായിരുന്നില്ല എന്നൊരു ആരോപണവും കുടുംബം ഉന്നയിച്ചിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അടക്കം അർജുന്റെ ഭാര്യ മെയിൽ അയക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അർജുന്റെ ഭാര്യയെ ഫോണിലൂടെ ബന്ധപ്പെടുകയും നിങ്ങൾ ആവശ്യപ്പെട്ട സൈന്യത്തെ ഞങ്ങൾ അയക്കുകയാണെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് അവിടെ നടന്ന രക്ഷാപ്രവർത്തനത്തെ ഓരോരുത്തരും വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് കണ്ടത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ട്രക്കിന്റെ രൂപത്തിൽ കണ്ട കോർഡിനേറ്റുകൾക്ക് കൃത്യമായി മാർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ യാതൊരു വഴിയുമില്ലെന്നാണ് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ട്രക്ക് പുറത്തെടുക്കാൻ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുകയാണ് ജില്ലാ ഭരണകൂടം എന്നൊരു ആശ്വാസ വാർത്ത കൂടിയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ലോറി കണ്ടെത്തിയെന്ന നിർണായക വിവരം, ആശ്വാസ വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായാണ് ഈ കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പിന്നീട് സ്ഥിരീകരണം ഉണ്ടായത് ഇത് അർജുന്റെ ലോറി തന്നെയാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുകയുണ്ടായി. കരയിൽ നിന്നും 40 മീറ്റർ അകലെയാണ്, 15 മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കനത്ത മഴ ആ പ്രദേശത്തുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ലോറി പുറത്തെടുക്കുവാനുള്ള ദൗത്യം പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നാണ്. അതോടൊപ്പം അർജുന്റെ അടുത്ത ബന്ധുക്കൾ ഷിരൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഈ നിർണായക വിവരങ്ങൾ അവർ കുടുംബ അംഗങ്ങളോട് കൈമാറിയിട്ടുണ്ടോ? അവർ ഇപ്പോഴും വച്ചു പുലർത്തുന്ന പ്രതീക്ഷകൾ അതൊക്കെ ഏതു രീതിയിലാണ്? ട്രക്ക് നാളെ തന്നെ കണ്ടെത്താൻ സാധിക്കും, അത് വീണ്ടെടുക്കാൻ പുറത്തെത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകൾ അവർ ടെലിഫോണിലൂടെയെങ്കിലും പങ്കുവയ്ക്കുകയുണ്ടായോ മറ്റ് ബന്ധുമിത്രാദികളോട്?
തീർച്ചയായും രോഹിണി, നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും, അതായത് നമ്മുടെ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് അടക്കം 3 പേരാണ് ഈ അർജുന്റെ ബന്ധുക്കളായി അവിടെ തുടരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ സഹോദരി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അർജുനെ കണ്ടെത്താതെ ഇവർ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങി വരില്ല എന്നൊരു കാര്യം അർജുന്റെ സഹോദരി വ്യക്തമാക്കിയിരുന്നു. അവർ ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. തങ്ങൾ മടങ്ങി പോകുന്നുണ്ടെങ്കിൽ അർജുനെ കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ അർജുന്റെ ലോറിയുടെ ഒരു സാന്നിധ്യമെങ്കിലും കണ്ടെത്തിയിട്ട് മാത്രമേ തങ്ങൾ മടങ്ങി പോവുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും കുറച്ച് മുൻപ് തന്നെ ഇവർ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഉറപ്പായും നാളെ തന്നെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ തന്നെ ഈ ലോറി പൂർണ്ണമായും കണ്ടെത്താൻ കഴിയും എന്നൊരു വിശ്വാസവും അതോടൊപ്പം ഒരു ആശ്വാസ വാർത്തയും തന്നെയാണ് ഷിരൂരിൽ നിന്ന് ഈ കുടുംബാംഗങ്ങൾ മറ്റു ബന്ധുക്കൾക്ക്, ഈ അർജുന്റെ മറ്റു ബന്ധുക്കൾക്ക് നൽകിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുന്റെ ഭാര്യയെയും അച്ഛനെയും അമ്മയെയും ഒന്നും തന്നെ ഈ വിവരങ്ങളൊന്നും തന്നെ നിലവിൽ ധരിപ്പിച്ചിട്ടില്ല. മറിച്ച് ഈ ലോറിയിൽ അർജുൻ ഉണ്ടാകുമോ, അർജുനെ കണ്ടെത്താൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു സ്ഥിരീകരണം വന്നതിന് ശേഷം ഈ കുടുംബാംഗങ്ങൾ ഇവരെ വിവരം അറിയിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 9 ദിവസം നീണ്ട കാത്തിരിപ്പ്, പ്രതീക്ഷയുടെ കിരണങ്ങളൊക്കെ തന്നെയും അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിലൊരു ആശ്വാസമായിട്ടുള്ളത് ഈ 9ാം ദിവസം ലോറി കണ്ടെത്തി അത് അർജുന്റേതാണെന്നൊരു സ്ഥിരീകരണം ഉണ്ടായി എന്നത് തന്നെയാണ്. തുടരുക.